നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് തേർഡ് യൂണിറ്റിലെ ക്ലൈമറ്റ്, വെജിറ്റേഷൻ ആൻഡ് സോയിലിലെ ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ 4 ക്ലൈമറ്റ് നമുക്ക് നോക്കാം. നമുക്ക് സ്കൂൾ തുറക്കുന്നത് ജൂൺ 1 തീയതി. അത് ഭയങ്കര മഴയോടുകൂടിയായിരിക്കും നമ്മൾ സ്കൂളിൽ പോകുന്നാൽ. പക്ഷെ നമ്മുടെ വെക്കേഷൻ ആകുമ്പോൾ വേനലവധി എന്നാണ് അതിനെ പറയുന്നത് സാധാരണ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും വെയിലത്തൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദാഹിച്ച് വിയർത്ത് കുളിച്ചായിരിക്കും വരുന്നത്. അപ്പം എന്താ, ഒരു ടൈമിൽ ഭയങ്കര മഴയായിരിക്കും, മറ്റൊരു ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരിക്കും. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇവിടെ സീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ അധികം വിൻ്റർ സീസൺ, അതായത് മഞ്ഞുകാലം അധികം എഫക്റ്റ് ആവാറില്ല. പക്ഷേ നോർത്തിലോട്ടൊക്കെ വൂളൻ ക്ലോത്ത്സ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിപ്പോൾ വരൾച്ചയുടെ കാര്യം പറയുമ്പോഴും ഏകദേശം അതുപോലെയാണ്. രാജസ്ഥാൻ ഏരിയ എന്ന് പറയുന്ന ഡെസേർട്ട് ഏരിയ ആണ്, അവിടെ ഭയങ്കര വെയിൽ കിട്ടുന്ന ഏരിയയും കൂടെയാണ്. പക്ഷെ നമുക്ക് സൗത്തിലേക്ക് ഇവിടേക്ക് അധികം അത്രയ്ക്ക് എക്സ്ട്രീം കണ്ടീഷനിലോട്ട് പോകാറില്ല. സൗത്ത് ഇന്ത്യയിൽ വൂളൻ ക്ലോത്ത്സ് നമുക്ക് വേണ്ടി വരാറില്ല. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ പോലും ഹിൽസ് ഒഴികെ ബാക്കി എല്ലാ ഏരിയയിലും ഒരു മൈൽഡ് ടൈപ്പ് വിൻ്റർ ആയിരിക്കും കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് അറിയാലോ, ഓരോ സീസണിലും നമുക്ക് കിട്ടുന്ന വെതർ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അത് ശരിക്കും വെതറിൻ്റെ മെയിൻ എലമെൻറ്റ്സിന് ഉണ്ടാകുന്ന ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെതറിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡിൻ്റെ ഡയറക്ഷൻ, വിൻഡിൻ്റെ വെലോസിറ്റി, പിന്നെ ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, മഞ്ഞും അതുപോലെ തന്നെ മഴയും. അതാണ് പ്രസിപ്പിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചറും പ്രഷറും ആ സമയത്തുണ്ടാകുന്ന വിൻഡിൻ്റെ വെലോസിറ്റിയും ഡയറക്ഷനും പിന്നെ ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ട് വെതർ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും, ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം വെതർ എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള അത് മൊമെൻ്ററിലി, അതായത് ആ മൊമെൻറ്റിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, അതാണ് വെതർ എന്ന് പറയുന്നത്. പക്ഷേ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നാളത്തെ വെതറിൻ്റെ എല്ലാം കൂടി ആവറേജ് എടുക്കുന്നതാണ്. ഒരുപാട് നാളത്തെ വെതർ കണ്ടീഷൻസിൻ്റെ എല്ലാം കൂടി ആവറേജ് എടുക്കുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. വെതർ എന്ന് പറയുന്നത് തൽക്കാലത്ത് ആ സമയത്തുള്ള ആ മൊമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് വെതർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെതർ പെട്ടെന്ന് തന്നെ മാറി മാറി വരും. ഒരു ഇന്നത്തെ വെതർ ആയിരിക്കത്തില്ല നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ന് പറയുന്നത്. പക്ഷേ ക്ലൈമറ്റ് എടുക്കുമ്പോൾ ഒരു ലോങ് ടൈമിലെ വെതറിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുന്നത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 50 ഇയേഴ്സിൻ്റെ ഒക്കെയാണ്, അല്ലെങ്കിൽ അത്രയും ലോങ് പീരീഡിലൊക്കെ ഉള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെതർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അങ്ങനെ ആ മൊമെൻറ്റിൽ നോക്കാനും പറ്റും. ക്ലൈമറ്റ് എന്ന് പറയുന്നൊരു മൊമെൻറ്റിലേ അല്ല നോക്കുന്നത്, ഫുൾ ആവറേജ് വെതർ കണ്ടീഷനാണ് എടുക്കുന്നത്. ഇത്ര വർഷത്തെ എന്നുള്ള രീതിക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാലവർഷം വരിക എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടായിരിക്കും. അതിശക്തമായ മഴയായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ശക്തമായ മഴ വരുന്നത്? വെറുതെ ഒരു ദിവസം മഴ പെയ്യാണ് അല്ല, ഒരുപാട് ചേഞ്ചസ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസിനെ അസോസിയേറ്റ് ചെയ്താണ് അങ്ങനത്തെ മഴ പെയ്യുന്നത്. അത് ശരിക്കും വിൻഡ് ഏത് ദിശയിലേക്ക് വീശുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ സീസൺ അനുസരിച്ച് വിൻഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, മാറി മാറി ദിശ മാറി വരും. അതിനനുസരിച്ചാണ് മൺസൂണിൻ്റെ വ്യതിയാനങ്ങൾ വരിക. Monsoon connotes a climate associated with the seasonal reversal in the direction of the winds. അപ്പോൾ വിൻഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രിവെയർ ചെയ്ത് നിൽക്കുന്ന സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രിവെയർ ചെയ്ത് നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് മൺസൂണൽ ക്ലൈമറ്റാണ്. ഇന്ത്യയിലും അത് തന്നെയാണ് കാണപ്പെടുന്നത്. ഇന്ത്യ ഹാസ് ഹോട്ട് മൺസൂണൽ ക്ലൈമറ്റ് വിച്ച് ഇസ് എ പ്രിവാലൻറ്റ് ക്ലൈമറ്റ് ഇൻ ദ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഹോട്ട് മൺസൂണൽ ക്ലൈമറ്റാണ്. ബാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലുള്ള പോലെ തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്നതും മൺസൂൺ ക്ലൈമറ്റാണ്, ഹോട്ട് മൺസൂൺ ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇന്ത്യയെ കൺസിഡർ റീജിയണൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. റീജിയണൽ വേരിയേഷൻ ഉണ്ടാകുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലെ ആ ഒരു ഏരിയയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചായിരിക്കും റീജിയണൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഹോട്ട് മൺസൂൺ ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞു. അതിപ്പം സൗത്തിലായാലും നോർത്തിലായാലും ഈ മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ റീജിയണൽ വേരിയേഷൻ നോക്കുമ്പം കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വേരിയേഷൻ ആയിരിക്കത്തില്ല, ക്ലൈമറ്റ് ആയിരിക്കത്തില്ല ഉത്തർപ്രദേശിലും ബീഹാറിലേക്കും കാണപ്പെടുന്നത്. അവിടെയൊക്കെ ശരിക്കും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആണ് കാണപ്പെടുക. ഇവിടേക്ക് അധികം എക്സ്ട്രീം ആവാറില്ല, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഈ റീജിയണൽ വേരിയേഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇൻ ദി പാറ്റേൺ ഓഫ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ, റിതം ഓഫ് സീസൺസ് ആൻഡ് ദി ഡിഗ്രി ഓഫ് വെറ്റ്നെസ് ഓർ ഡ്രൈനെസ്. ആ ഒരു ഏരിയ അപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് എത്രമാത്രം ഡ്രൈ ആണ്, വെറ്റാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും റെയിൻഫോളിൻ്റെയും കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്, എത്രമാത്രം അവൈലബിൾ ആണ് ഇവിടെ,
പിന്നെ വിൻഡിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് റീജിയണൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ റീജിയണൽ വേരിയേഷൻ പല സ്ഥലത്തും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിനെ മൺസൂൺ ക്ലൈമറ്റിൻ്റെ സബ് ടൈപ്പുകളെന്ന് വിളിക്കാം. മൺസൂൺ തന്നെയാണ്, പക്ഷേ അതിനുള്ളിൽ ഉണ്ടാകുന്ന ചില സ്ഥലത്ത് വേരിയേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ സബ് ടൈപ്പ് നമുക്കിതിനെ വിളിക്കാൻ പറ്റും. നമ്മൾ ടെമ്പറേച്ചർ മെഷർ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് അല്ലേ. തെർമോമീറ്ററിലുള്ള ലിക്വിഡ് എന്താണ്? മെർക്കുറിയാണ്. ഇനി കുറച്ച് പല ലൊക്കേഷൻസിലുള്ള വേരിയേഷൻ നോക്കാം. ടെമ്പറേച്ചറിൻ്റെ റെയിൻഫോളിൻ്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. ലേയിൽ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും -45°C ടെമ്പറേച്ചർ. അത് ഓർത്തിന് എത്രമാത്രമാണ് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത തണുപ്പാണത്. വിൻ്റർ ടൈമിൽ ലേയിൽ ശരിക്കും -45°C ടെമ്പറേച്ചർ താഴുന്നുണ്ട് ലേ ലഡാക്കിൽ. പക്ഷേ സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും രാജസ്ഥാനിൽ നല്ല ഡ്രൈ ഏരിയ ആണ്, ചൂടധികം കിട്ടുന്ന ഏരിയ ആണെന്ന് പറഞ്ഞു. ഡെസേർട്ടാണ് ആ ഏരിയയിൽ ഫുൾ കാണപ്പെടുന്ന ഏറിഡ് റീജിയനാണ്. അവിടെ 55°C ആണ് അവിടെ ഉണ്ടാകുന്ന സമ്മർ ടൈമിൽ ഉണ്ടാകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് ചുരു എന്ന് പറയുന്ന സ്ഥലമാണ്. ചുരു എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ളത്. അവിടുത്തെ ടെമ്പറേച്ചർ 50°C വരെ പോകാറുണ്ട്. 50°C അതിലധികമോ ഒരു പെർട്ടിക്കുലർ ജൂണിൽ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ ജൂണിൽ നമുക്കിവിടെ ഭയങ്കരമായി മഴ പെയ്യുമ്പോൾ, ജൂണിലാണ് മഴക്കാലം തുടങ്ങുന്നത് ഇവിടെ അല്ലേ, മഴ പെയ്യുമ്പോൾ രാജസ്ഥാനിൽ അതേ സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50°C അതിൽ കൂടുതലായിരിക്കും. പക്ഷേ അതേ സെയിം ദിവസം തന്നെ അരുണാചൽ പ്രദേശിലെ തവാങ് ഏരിയയിൽ 90°C കാണുള്ളൂ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സെയിം ഇന്ത്യയിൽ തന്നെയാണ് ഇത്രയും വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മഴയായിരിക്കും, രാജസ്ഥാനിലെ ചുരു ഏരിയയിൽ 50°C അതായത് കൂടുതലായിരിക്കും. അതേസമയം നോർത്ത് ഈസ്റ്റിലുള്ള തവാങ് ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ 19°C ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒറ്റ ദിവസത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഡിസംബറിലെ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ ലഡാക്കിൽ തന്നെ ദ്രസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ -45°C വരെ ടെമ്പറേച്ചർ പോകാം. ലഡാക്കിൽ ഡ്രസ് എന്ന് പറഞ്ഞ ഏരിയയിൽ -45°C വരെ ടെമ്പറേച്ചർ പോകാം ഡിസംബറിൽ. ആ സെയിം ദിവസം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെറും 20°C 22°. അപ്പോൾ തന്നെ നമുക്ക് തണുത്ത് തുടങ്ങും. 20°C അഥവാ 22°C ആണ്. പക്ഷേ ഇവിടെ നമുക്ക് -45°C ആണ് എവിടെ ഉണ്ടാകുന്നത്? ദ്രസ്സിലുണ്ടാകുന്ന സെയിം നൈറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ കാണിക്കുന്നത്? ഇതുകൊണ്ട് ടെമ്പറേച്ചറിന് ഭയങ്കരമായ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോഴാണെങ്കിലും, ഒരു റീജിയനിൽ മറ്റൊരു റീജിയനിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഭയങ്കരമായി, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുമ്പോഴാണെങ്കിലും, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പ്ലേസിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഇപ്പം എറണാകുളത്തിലോട്ട് പോകുകയാണെങ്കിലും സെയിം ഡേ തന്നെയാണെങ്കിലും ടെമ്പറേച്ചറിന് ഭയങ്കരമായ വ്യത്യാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ 2-3 പ്ലേസിൻ്റെ കാര്യമാണ്. പക്ഷേ സെയിം പ്ലേസിൽ തന്നെ രാവിലത്തെയും രാത്രിത്തെ ടെമ്പറേച്ചർ ഭയങ്കര എക്സ്ട്രീമിലേക്ക് പോകാറുണ്ട്. നമുക്ക് കേരളത്തിലും ആൻഡമാനിലൊന്നും അത്രയ്ക്ക് ഡിഫറൻസ് കാണപ്പെടാറില്ല. പക്ഷേ താർ ഡെസേർട്ട് പോലെയുള്ള ഒരു ഏരിയയിലാണെങ്കിൽ രാവിലത്തെ ടെമ്പറേച്ചർ, ഡേ ടൈം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50°C ആയിരിക്കും, അവർക്ക് 50°C ആയിരിക്കും. പക്ഷേ നൈറ്റിൽ അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 to 20°C പോകും. 15 to 20°C പോകും. നമുക്ക് കേരളം, ആൻഡമാൻ പോലുള്ള സ്ഥലങ്ങളൊന്നും അത്രയ്ക്കും രണ്ട് എൻഡ് പോലെ, രണ്ട് എക്സ്ട്രീം കണ്ടീഷൻ പോലെ നിൽക്കാറില്ല. ഇപ്പം നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കേസ് എടുത്ത് നമുക്ക് പ്രസിപ്പിറ്റേഷൻ നോക്കാം. റെയിൻഫോൾ അല്ലെങ്കിൽ സ്നോഫോളിൻ്റെ കേസ് നോക്കാം. ഇനി പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഹിമാലയസിൽ സ്നോഫോളാണ് കാണപ്പെടുന്നത്. ഹിമാലയസിൽ സ്നോഫോൾ നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഏരിയയിലൊക്കെ എന്ന് പറയുന്നത് റെയിൻഫോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം റെയിൻഫോളിൻ്റെ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ സ്നോഫോളിൻ്റെ കേസ് പറഞ്ഞു. ഇനി അതിൽ ടൈപ്പിൽ മാത്രമല്ല, സ്നോ അല്ലെങ്കിൽ റെയിൻ ടൈപ്പിൽ മാത്രമല്ല, അതിൻ്റെ എമൗണ്ടിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടെ ലഭിക്കുന്ന മഴയായിരിക്കത്തില്ല നോർത്തിലേക്ക് ലഭിക്കുന്നത്. ഇവിടെ ലഭിക്കുന്ന മഴയല്ല ചിറാപുഞ്ചി അഥവാ മൗസിൻ റാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മേഘാലയയിലെ ഖാസി ഹിൽസിലാണ്. ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് നമ്മൾ ഫിസിയോഗ്രഫിയിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിലെ ഖാസി ഹിൽസിലാണ് ചെറാപുഞ്ചി പിന്നെ മൗസിൻ റാം എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിലൊക്കെ ഇരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ 2 ഏരിയയിലാണ്. അവിടെ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ് മഴ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പം 1080 സെൻറ്റിമീറ്ററാണ് ഒരു വർഷം അവിടെ ലഭിക്കുന്ന മഴ. പക്ഷേ ഇതേ സമയത്ത് രാജസ്ഥാനിലെ ജയ്സാൽമർ എടുക്കുകയാണെന്നുണ്ട്, അവിടെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് 9 സെൻറ്റിമീറ്ററെങ്കിലും മഴ കണ്ടില്ലേ. ഒരു സ്ഥലത്ത് കഷ്ടപ്പെട്ട് 9 സെൻറ്റിമീറ്റർ കിട്ടുമ്പോൾ ബാക്കി ഒരു സ്ഥലത്തെന്ന് പറയുന്നത്, അത് ഖാസി ഹിൽസിലെ 2 ഏരിയയിൽ എന്ന് പറയുന്നത് സുഖമായിട്ട് 1080 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട് മഴ. ഖാസി ഹിൽസിലെ 2 ഏരിയ ചിറാപുഞ്ചി മൗസിൻ റാം നമ്മൾ പറഞ്ഞു. ഇനി ഗാരോ ഖാസി ജയന്തിയയിലെ ഗാരോ ഹിൽസിലുള്ളൊരു ഏരിയ ഉണ്ട്, തുര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ തുര എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഒരു ദിവസം കിട്ടുന്ന മഴ എന്ന് പറയുന്നത് ജയ്സാൽമറിൽ 10 വർഷം ഇരുന്ന് ശേഖരിച്ചാലേ അത്രയും മഴ കിട്ടുള്ളൂ. സോ തുറൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റ ദിവസം കിട്ടുന്ന മഴയായിരിക്കും 10 വർഷം കൊണ്ട് ജയ്സാൽമർ രാജസ്ഥാനിൽ കിട്ടുന്നത്. രാജസ്ഥാനൊക്കെ വെസ്റ്റേൺ പാർട്ടിലല്ലേ. ഗാരോ ഖാസി ജയന്തി എന്ന് പറഞ്ഞാൽ മേഘാലയ വരുന്ന സ്ഥലത്ത്, മേഘാലയ വരുന്ന ഈസ്റ്റാണ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലാണല്ലോ കാണപ്പെടുന്നത്. ഇനിയും നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഹിമാലയാസിൽ അതുപോലെ തന്നെ വെസ്റ്റേൺ ഡെസേർട്സിലൊക്കെ 10 സെൻറ്റിമീറ്റർ കുറവായിരിക്കും ആനുവൽ പ്രസിപ്പിറ്റേഷൻ ആദ്യത്തെ മഴ ലഭിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ സുഖമായിട്ട് മേഘാലയ പോലുള്ള ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെന്ന് പറയുന്നത് 400 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും ലഭിക്കുന്നത്. നമുക്കിവിടുന്ന് ഒരു ജൂൺ, നമ്മുടെ കേരളത്തിലാണ് ആദ്യം സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹിറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇവിടുന്ന് പതുക്കെ വിൻഡിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ട്രാവൽ ചെയ്ത് മാത്രമേ ബാക്കിയുള്ള ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുകയുള്ളൂ. അപ്പോൾ ഒരു ജൂലൈ ടൈമിലായിരിക്കും ഇന്ത്യയുടെ ബാക്കി ഏകദേശം ഒരു ഏരിയ കവർ ചെയ്തിട്ട് ഈ മൺസൂൺ പോകുന്നത്. ഇനി ഒഡീഷയുടെ കോസ്റ്റൽ പ്ലെയിൻസ് ആയാലും ഗംഗയുടെ ഡെൽറ്റ റീജിയൻസ് ആയാലും ജൂലൈ ഓഗസ്റ്റിൽ ഓരോ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോഴത്തേക്കും ഭയങ്കരമായ തണ്ടർസ്റ്റോംസൊക്കെ ഉണ്ടായിരിക്കും, ട്രെയിൻ ബെയറിംഗ് തണ്ടർസ്റ്റോംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ കോരമണ്ടൽ കോസ്റ്റ് എന്ന് പറയും, ഇത് കേരള, ഇത് തമിഴ്നാടും ആന്ധ്രയും കൂടെ വരുന്ന റീജിയനാണെന്ന് വെച്ച്, ഇത് ആന്ധ്ര, ഇവിടെ തമിഴ്നാട്, അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയയാണ് ശരിക്കും കോരമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് കോരമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സെയിം ടൈമിൽ, അത് ഒഡീഷയിലും ഗംഗാ ഡെൽറ്റയിലും ഭയങ്കരമായ തണ്ടർസ്റ്റോംസ് ഉണ്ടാകുന്ന സെയിം ടൈമിൽ തന്നെ കോരമണ്ടൽ കോസ്റ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുമായിരിക്കും. ഇനിയും ഒരു എക്സെപ്ഷണൽ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു സമയത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ മഴ ലഭിക്കും. ഈ മൺസൂൺ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും മഴ ലഭിക്കും. പക്ഷേ തമിഴ്നാടിൻ്റെ കോസ്റ്റൽ ഏരിയാസിലെന്ന് പറയുന്നത് ആ ടൈമിൽ മഴ ലഭിക്കത്തില്ല, ആ സീസണിൽ കിട്ടത്തില്ല. പിന്നീട് വിൻ്റർ സീസണിൻ്റെ തുടക്കത്തിൽ മാത്രമേ തമിഴ്നാട്ടിൽ മഴ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഇനി ഇന്ത്യയിലെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്കിതിനെ എല്ലാം കൂടെ അങ്ങനെ വാസ്റ്റായിട്ട് പഠിച്ചിട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ പെർട്ടിക്കുലർ ഏരിയാസ് ആയിട്ട് രണ്ടിനെയും കുറച്ച് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ 2 ഡിവിഷനാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ലൊക്കേഷൻ ആൻഡ് റിലീഫ്, ആ ലൊക്കേഷനും അവിടുത്തെ റിലീഫും അനുസരിച്ചുള്ള ഫാക്ടേഴ്സ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു എയർ പ്രഷർ ആൻഡ് ദ വിൻഡ്സ്. അപ്പോൾ നമുക്കാദ്യം ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ലൊക്കേഷൻ ആൻഡ് റിലീഫ് നോക്കാം. ഇതിൽ 5 കാര്യങ്ങളാണ് വരുന്നത്. 1 ലാറ്റിറ്റ്യൂഡ്, 2 ഹിമാലയൻ മൗണ്ടൻസ്, 3 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, 4 ഡിസ്റ്റൻസ് ഫ്രം ദ സീ, 5 ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് 6 റിലീഫ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യനെ 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇനിയും നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഏരിയയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോണിലാണ്. ഇനിയും സദേൺ പാർട്ട് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സോണിലാണ് കിടക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലുള്ളതെല്ലാം സബ് ട്രോപ്പിക്കൽ സോണിലും അഥവാ ടെമ്പറേറ്റ് സോണിലും, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് താഴെയുള്ളതെല്ലാം ട്രോപ്പിക്കൽ സോണിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും. ഇനി ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത് ഇക്വേറ്ററിന് നല്ല അടുത്തിട്ടാണ്. അപ്പം ഇതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ എങ്കിൽ ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനോട് കുറച്ചും കൂടി നല്ല രീതിയിൽ അടുത്തിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയർ ലോങ് അതിൽ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒന്നും ഭയങ്കരമായിട്ട് വരത്തില്ല. ഇയർ ലോങ് നല്ല ഹൈ ടെമ്പറേച്ചർ തന്നെയായിരിക്കും. വേരിയേഷൻ ഭയങ്കര ഡെയിലി റേഞ്ച് എടുക്കുകയാണെങ്കിലും ആനുവൽ റേഞ്ച് എടുക്കണം, വളരെ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലേക്കുള്ള സ്റ്റേറ്റ്സ്, നമ്മളുടെ കേസിലൊക്കെയാണ് ഇന്ത്യയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലേക്ക് വരുന്ന, അതായത് ടെമ്പറേറ്റ് സോണിൽ കിടക്കുന്ന അഥവാ സബ് ട്രോപ്പിക്കൽ സോണിൽ കിടക്കുന്ന സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇക്വേറ്ററിൽ നിന്നും കുറച്ചും കൂടി ദൂരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൈ ഡെയിലി ആൻഡ് ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അവിടെ ഫീൽ ചെയ്യും. അപ്പം ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നോർത്തിലേക്കൊക്കെ എക്സ്ട്രീം ക്ലൈമറ്റ് വരുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ആൻസർ പറയേണ്ടത്? ഇക്വേറ്ററിന് അടുത്ത് വരുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലേക്ക് വരുന്ന ഏരിയ, അതൊന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ അഥവാ ടെമ്പറേറ്റ് സോണിൽ വരുന്നു. ട്രോപ്പിക് ക്യാൻസറിന് താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സോണിൽ വരുന്നു. ട്രോപ്പിക്കൽ സോണിലെന്ന് പറയുന്നത് ഇക്വേറ്ററിന് നല്ല അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ലഭിക്കുകയും ചെയ്യും. പക്ഷേ
ട്രോപ്പിക്കൽ ക്യാൻസറിൻ്റെ മുകളിലേക്കുള്ള ഏരിയ, അതായത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്, അവിടെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ നല്ലപോലെ വരികയും ചെയ്യും. ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണെങ്കിലും ഡെയിലി ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണെങ്കിലും ഹൈ വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയൻ മൗണ്ടൻസ് നോക്കാം. ഹിമാലയ ശരിക്കും നോർത്തിൽ നിന്നിട്ടൊരു ക്ലൈമാറ്റിക് ഡിവൈഡായിട്ട്, ഫിസിക്കൽ ഡിവൈഡായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നോർത്ത്, എക്സ്ട്രീം നോർത്തിൽ നിന്ന് വരുന്ന, ഹിമാലയയുടെ നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡുകളുണ്ട്. കോൾഡ് വിൻഡിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്ത് തടഞ്ഞു നിർത്തുന്നതെന്ന് പറയുന്നത് ഹിമാലയൻ മൗണ്ടൻസാണ്. ഇനിയും ഈ കോൾഡ് ആൻഡ് ചില്ലി വിൻഡ്സ് എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളിൻ്റെ അവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇന്ത്യ, അത് ഏഷ്യയുടെ റീജിയനിലേക്ക് അടിച്ച് വീശുന്നതാണ്. സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഏഷ്യയിൽ, നമ്മൾ സെൻട്രൽ ഏഷ്യയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ ഏഷ്യയിലുള്ള നമ്മളിലേക്ക് പക്ഷേ ഇത് അധികം വരുന്നില്ല. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഹിമാലയാസ് ഇങ്ങനെ മുകളിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഹിമാലയസ് എന്ത് ചെയ്യും, മൺസൂൺ വിൻഡ്സിനെ ട്രാപ്പ് ചെയ്തിട്ട്, മൺസൂൺ വിൻഡ്സിനെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ട്രാപ്പ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഉള്ള ബാക്കി മോയ്സ്ചറെല്ലാം ഇന്ത്യയിലേക്ക് തന്നെ റെയിനിൻ്റെ രൂപത്തിൽ ഒഴിവാക്കിയിട്ടാണ് വിടുന്നത് പുറത്തേക്ക്. സോ ഹിമാലയസ് ക്ലൈമറ്റിനെ രണ്ട് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. ഒന്ന് ക്ലൈമാറ്റ് ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നു. അതെങ്ങനെ, നോർത്തിൽ നിന്ന് വരുന്ന, എക്സ്ട്രീം നോർത്ത് ഏരിയയിൽ നിന്ന് വരുന്ന ആർട്ടിക് സർക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കോൾഡ് നോർത്തേൺ വിൻഡ്സിനെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരാതെ ഒന്ന് ഹിമാലയ പ്രിവെൻറ്റ് ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൺസൂൺ വിൻഡ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മോയ്സ്ചറെല്ലാം സബ് കോണ്ടിനെൻറ്റിൽ തന്നെ ഫെഡ് ചെയ്ത് വീഴ്ത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇന്ത്യയുടെ ലൊക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയുടെ 3 ഭാഗത്ത് മുകളിൽ മാത്രമേ ലാൻഡ് ഏരിയ ഉള്ളൂ. ബാക്കി 3 ഭാഗത്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ രണ്ട് ബ്രാഞ്ചുകളടങ്ങുമ്പോൾ ഒന്ന് ബേ ഓഫ് ബംഗാളുണ്ട്, ഒന്നെന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ ഉണ്ട്. ഇതിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഈ മുകളിലേക്കുള്ള ഏരിയ മാത്രമേ ഉള്ളൂ ലാൻഡിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും ലാൻഡ് ചൂടാവുന്നത് പോലെയല്ല സീ ചൂടാവുന്നത്, അല്ലെങ്കിൽ ഓഷ്യൻ ചൂടാവുന്നത്, വെള്ളം ചൂടാവുന്നത്. നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോഴേ ചൂടാവുകയുള്ളൂ. ഓഷ്യൻ ചൂടാവുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ തണുക്കുന്ന കേസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. വാട്ടർ ഹീറ്റ്സ് അപ്പ് ഓർ കൂൾസ് ഡൗൺ സ്ലോലി. വാട്ടർ എന്ന് പറഞ്ഞാൽ പതുക്കെ ചൂടായി വരത്തുള്ളൂ, അതുപോലെ തന്നെ പതുക്കെ തണുക്കത്തുള്ളൂ. പക്ഷേ ലാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ 3 ഭാഗത്തും കടലുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഏരിയ ഫുള്ള് ലാൻഡ്, മറ്റ് 3 ഏരിയയിലും കടലാണ്. അപ്പം ഇതിൻ്റെ ചൂടാവുന്നതും തണുക്കുന്നതും രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉണ്ടാകുന്നു. ദിസ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ക്രിയേറ്റ്സ് ഡിഫറെൻറ്റ് എയർ പ്രഷർ സോൺസ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. പല സീസൺസിലും പല എയർ പ്രഷർ സോൺസാണ് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എവിടെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ. ഇനി ഈ ഡിഫറൻസ് ഇൻ എയർ പ്രഷർ കൊണ്ട് തന്നെ മൺസൂൺ വിൻഡ്സിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് പോകും, മാറിപ്പോവും, എന്നുവെച്ചാൽ തിരിഞ്ഞു വരും. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ നോക്കാം. ഇനി ഇന്ത്യക്ക് വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ആ ഒരു അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാൾ വരുന്ന ആ ഒരു ഏരിയയിൽ ഫുള്ളും കോസ്റ്റ് ലൈൻ, നല്ല അത്യാവശ്യം വാസ്റ്റ് കോസ്റ്റ് ലൈൻ തന്നെയാണ്, ലോങ് കോസ്റ്റ് ലൈനാണ്. ഈ ലാർജ് കോസ്റ്റ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലെല്ലാം ഒരു സെയിം ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷേ ഇന്ത്യയുടെ ഇൻറ്റീരിയർ ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സീയുടെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടാവും. എന്ന് വെച്ചാൽ ഏരിയസ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ഇന്ത്യ ആർ ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സീ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. Areas in the interior of India are far away from the moderating influence of the sea. Such areas have extremes of climate. ആ ഒരു ഏരിയയിൽ അതുകൊണ്ട് തന്നെ സീയുടെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ്. അപ്പം ബാക്കി ചൂട് ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ അതിനെ സീ മോഡറേറ്റ് ചെയ്ത് നിർത്തും, തണുപ്പാണെങ്കിൽ അതിനെ മോഡറേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുമായിരുന്നു. പക്ഷേ ബാക്കി ലാൻഡ് ഏരിയ എന്ന് പറയുന്ന കുറേ ദൂരെ, നോർത്തേൺ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ സീയിൽ നിന്ന് കുറേ ദൂരെ ആയതുകൊണ്ട് തന്നെ അവിടെ സീക്ക് മോഡറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സീയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റുകൾ അനുഭവപ്പെടുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുംബൈയിലും കൊങ്കൺ ഏരിയ എന്നൊക്കെ പറയുന്നത് ഒരു കോസ്റ്റ് ലൈൻ തന്നെയാണ്, കോസ്റ്റിൽ വരുന്നതാണ്, വെസ്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചർ ആണെങ്കിലും മറ്റ് സീസണൽ ചേഞ്ച് ആയാലും ഭയങ്കര കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഒരു ഏരിയയിൽ സീയുടെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഓഫ് ദ കൺട്രി, ഡൽഹിയിലും കാൺപൂരും അമൃത്സർ ഇതൊക്കെ എന്ന് പറയുന്നത് പഞ്ചാബ്, ഡൽഹി ആ ഒരു ഏരിയ അല്ലേ, അവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സീക്ക് യാതൊരു അടുപ്പവും ഇല്ലാത്ത സ്ഥലം. മാപ്പ് എടുത്ത് നോക്കുക,
മാപ്പ് എടുത്ത് ഇപ്പം തന്നെ നോക്കുക. ഇതൊക്കെ കറക്റ്റ് ലാൻഡ് ഏരിയ തന്നെയാണ്. സീ ആയിട്ട് യാതൊരു ബന്ധവും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ സീയുടെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഇവിടേക്ക് എത്തത്തില്ല. അതുകൊണ്ടാണ് ഈ ഏരിയ താമസിക്കുന്നവർക്ക് ഭയങ്കര എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് എന്താണ് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. നെക്സ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം, അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ് കൂടുക, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നമ്മളൊരു പരസ്യം കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്നവരും ചായയുടെ സ്വാദ് കൂടുന്നുള്ളത്. സ്വാദ് കൂടും പക്ഷേ ചൂട് കുറയും. അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ചായയുടെ ചൂട് കുറയുന്ന ഓർത്താൽ മതി. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റാണ്. നമ്മൾ മുകളിലേക്ക് ചെല്ലും തോറും അവിടെ തണുപ്പായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ടെമ്പറേച്ചർ കുറയുമ്പോഴാണല്ലോ തണുപ്പ് അനുഭവപ്പെടുക. സെയിം ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോലും മൗണ്ടെയ്ൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ തിൻ എയർ ആയിരിക്കും. കാരണം കൊണ്ട് തന്നെ അവിടുത്തെ പ്ലേസസ്, അവിടെയുള്ള ഏരിയ എന്ന് പറയുന്നത് പ്ലെയിനുള്ള, അതായത് ഗംഗാ പ്ലെയിൻ അതുപോലെയുള്ള പ്ലെയിൻ ഏരിയയിൽ നിന്നും വ്യത്യാസമായിരിക്കും. കുറച്ചും കൂടെ തണുപ്പായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. ആഗ്രയും ഡാർജിലിംഗ് എന്ന് പറയുന്നത് സെയിം ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന 2 പ്ലേസസാണ്. ഓക്കെ, പക്ഷേ ജനുവരിയിൽ സെയിം മന്തിൽ നമുക്ക് ടെമ്പറേച്ചർ 2 സ്ഥലത്തും കമ്പയർ ചെയ്ത് നോക്കാം. ആഗ്രയിൽ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഡാർജിലിംഗും സെയിം ലാറ്റിറ്റ്യൂഡിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഡാർജിലിംഗ് എന്ന് പറയുന്നത് ഹിമാലയയുടെ പാർട്ടാണ്. ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ നോക്കാം. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വീട്ടിലേക്ക് പറയുന്നുണ്ട്. അപ്പം ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ പാർട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഹൈറ്റ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അവിടെ 4 ഡിഗ്രി സെൽഷ്യസ്. പ്ലെയിൻ ഏരിയയിലായിട്ടുള്ള ആഗ്രയിൽ 16 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇതേ സെയിം ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന ഡാർജിലിംഗിൽ 4 ഡിഗ്രി സെൽഷ്യസ്. കാരണം എന്താണ്, അവിടെ ഹിമാലയയുടെ ഏരിയ ആയിരുന്നു. ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് കുറഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിലീഫാണ്. ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അഥവാ ഇന്ത്യയുടെ റിലീഫ് എന്ന് പറയുന്നത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ, എയർ പ്രഷറിനെ, വിൻഡിൻ്റെ സ്പീഡിനും ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്രമാത്രം എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആണോ കിട്ടുന്നത്, ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഓറോഗ്രഫിക് എഫക്റ്റ് എന്ന് പറയും. ഓറോഗ്രഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൗണ്ടനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു മൗണ്ടൻ്റെ വിൻഡ് കിട്ടുന്ന സൈഡിൽ ലഭിക്കുന്ന മഴയും അപ്പുറത്തെ സൈഡിൽ കിട്ടുന്ന മഴയും എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനെ വിൻവേർഡ് സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ആസാം റിസീവ് ഹൈ റെയിൻഫോൾ ഡ്യൂറിങ് ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആയാലും ആസാമിൽ നോർത്ത് ഈസ്റ്റേണിൽ ഹിമാലയസ് ആണല്ലോ. അപ്പം അവിടെ ലഭിക്കുന്ന ജൂൺ ടു സെപ്റ്റംബർ വരെ ലഭിക്കുന്ന മഴയെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ നമ്മുടെ സദേൺ പ്ലേറ്റു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്, നമ്മുടെ പ്ലേറ്റു പാർട്ട് എടുക്കാം. നമ്മുടെ പ്ലേറ്റുവിൻ്റെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സൗത്ത് ഏരിയയിലാണ് പ്ലേറ്റു വരുന്നത്. അതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ലീവേർഡ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ മഴ ലഭിക്കത്തില്ല, അവിടെ ഡ്രൈ ആയിട്ട് കിടക്കും. സപ്പോസ് ഒരു മല ഇങ്ങനെ നേരെ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മല നേരെ നിൽക്കുകയാണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ത് മലയാണെങ്കിലും ഇവിടേക്ക് വന്ന് ഈ ഡയറക്ഷനാണ് വിൻഡ് വന്ന് കയറുന്നെങ്കിൽ ഇതാണ് എൻ്റെ വിൻവേർഡ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ നേരെ ഉള്ള മഴയെല്ലാം കൂടെ പെയ്തിറങ്ങും. എന്നിട്ട് എൻ്റെ പുറകുവശത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് പുറകുവശം എന്ന് പറഞ്ഞാൽ ശരിക്കും റെയിൻ ഷാഡോ റീജിയനാണ്. ഇതെന്ന് പറയുന്നത് റെയിൻ ഷാഡോ റീജിയനാണ്. ആ ഒരു ഏരിയ ലീവേർഡ് സൈഡാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പിന്നീട് ഇറങ്ങുന്ന ഡ്രൈ ആയിട്ടുള്ള എയർ ഡിസെൻഡ് ചെയ്ത് ഇറങ്ങത്തുള്ളൂ. മഴയെല്ലാം ഇവിടെ ഓൾറെഡി പെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എയർ മോയ്സ്ചർ എല്ലാം തീർന്ന് ഡ്രൈ ആയിട്ടുള്ള എയർ മാത്രമേ ഈ പുറകുവശത്തേക്ക് പോവുകയുള്ളൂ. ഈ സെയിം സംഭവമാണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നടക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നേരെ പുറകുവശത്താണ് പ്ലേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ മഴയും കൂടെ ഇവിടെ നിന്നാണ് കാറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ മഴയല്ല ഇവിടെ പെയ്ത് തീരും. പുറകിലേക്ക് എൻ്റെ ലീവേർഡ് സൈഡാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മഴ വളരെ കുറവാണ്. ഡ്രൈ ആയിട്ടുള്ള എയർ മാത്രമേ അങ്ങോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ലൊക്കേഷണൽ റിലീഫ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു എയർ പ്രഷർ ആൻഡ് വിൻഡ്. ഇതിനെക്കുറിച്ച് ചെറിയ 3 കാര്യങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ എയർ പ്രഷർ ആൻഡ് വിൻഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്തിൻ്റെ സർഫസിൽ എങ്ങനെയാണ് എയർ പ്രഷറിനെയും വിൻഡിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പർ എയർ സർക്കുലേഷൻ കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് കൺട്രോളിങ് ഗ്ലോബൽ വെതർ ആൻഡ് ദ ഇൻഫ്ലോ ഓഫ് ഡിഫറെൻറ്റ് എയർ മാസസ് ആൻഡ് ജെറ്റ് സ്ട്രീംസ്. ജെറ്റ് സ്ട്രീമുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജെറ്റ് സ്ട്രീമുകളും എയർ മാസസ് നമ്മുടെ ഇന്ത്യയുടെ ഏരിയ അല്ലെങ്കിൽ വേൾഡിൽ ചുറ്റും കറങ്ങുന്നുണ്ട്, എർത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ടുണ്ടാകും അപ്പർ എയർ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കപ്പെടുന്ന വെസ്റ്റേൺ സൈക്ലോൺസ് വെസ്റ്റേൺ ഏരിയയിൽ നിന്ന് വരുന്ന, നമ്മുടെ ഇന്ത്യയിലല്ല വെസ്റ്റേൺ ഏരിയയിൽ നിന്ന്, ഇന്ത്യയിലേക്ക് വെസ്റ്റേൺ പാർട്ടിൽ നിന്ന് വരുന്ന സൈക്ലോൺസുകളുണ്ട്. അതിന് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നു.
ഇത് എപ്പോഴാണ് വരിക? വിൻ്റർ സീസണിലായിരിക്കും വരിക. അതുപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ടൈമിൽ ഇന്ത്യയിലേക്ക് വരുന്ന ട്രോപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയും. ഇവ രണ്ടും എങ്ങനെ ഇന്ത്യയിലെത്തുന്നു, എന്നിട്ട് പിന്നീട് ഇവ എങ്ങനെയാണ് വെതർ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് റെയിൻഫാളിനെ ഫേവർ ചെയ്യുകയാണോ അത് റെയിൻഫാൾ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? ഈ 3 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അത് ശരിക്കും ഓരോ സീസൺ എടുക്കുമ്പോൾ, വിൻ്റർ എടുക്കുമ്പോഴും സമ്മർ എടുക്കുമ്പോഴും അതിനെ റെസ്പെക്ട് ടു ദാറ്റ് സീസൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് മുൻപൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എർത്തിനെ നമ്മൾ ട്രോപ്പിക്, ടെമ്പറേറ്റ് സോൺ, പോളാർ റീജിയൻ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചല്ലോ. ഇത് ഇക്വേറ്റർ ഏരിയ ആണ്. ദിസ് ഈസ് ഇക്വേറ്റർ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ളത് ട്രോപ്പിക് സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് പോളാർ സോൺ ആണല്ലോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഇവിടെ. അപ്പോൾ ഇക്വേറ്ററിൽ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും. അങ്ങനെ എപ്പോഴും സൺ ഇങ്ങനെ ഡയറക്റ്റ് വെയിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. ഇക്വേറ്ററിൻ്റെ അവിടെ ലോ പ്രഷർ സോൺ ആയിരിക്കും. ഇതിൻ്റെ മുകളിലുള്ള ട്രോപ്പിക്കിനും ടെമ്പറേറ്റിനും ഇടയ്ക്ക് ഒരു ഹൈ പ്രഷർ സോൺ ആയിരിക്കും ഉണ്ടാകും. അതാണ് ഹൈ പ്രഷർ സോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ടെമ്പറേറ്റിനും പോളാർ ഏരിയയിൽ ഇവിടെ ലോ പ്രഷർ സോൺ ആയിരിക്കും. ഇനി പോളാറിൻ്റെ ഇവിടെ എന്ന് പറയുന്നത് ഹൈ പ്രഷർ സോൺ ആയിരിക്കും. ഇങ്ങനെ ലോ പ്രഷർ, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ ഇങ്ങനെ മാറി മാറി നിൽക്കും. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയറിൽ, ഇന്ത്യ ലാൻഡ് അങ്ങനെ റിലേറ്റഡ് അല്ല, നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ കേസാണ് പറയുന്നത്. അവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു എയർ ഉണ്ടാവും. എയർ ഇങ്ങനെ സർക്കുലേഷൻ നടക്കും. അതിനനുസരിച്ച് ഇതിനെ ഓരോ സെല്ലുകളെന്ന് വിളിക്കപ്പെടുന്നു. ഹാർഡ്ലി സെല്ല്, അങ്ങനെ ഓരോ സെല്ലുകളുണ്ട്. നമുക്ക് അടുത്ത ടെക്സ്റ്റിൽ നോക്കാം. എനിവേയ്സ്, ഇനി ട്രോപ്പിക്കലിനും ടെമ്പറേറ്റിനും ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ജെറ്റ് സ്ട്രീമാണ്, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ജെറ്റ് സ്ട്രീമാണ് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിരിക്കുമല്ലോ. സോ ഇതിനിടയ്ക്ക് ട്രോപ്പിക്കൽ എയറിനും ടെമ്പറേറ്റ് എയറിനും അറ്റ്മോസ്ഫിയറിൽ അവിടെ ഉണ്ടാകുന്ന ജെറ്റ് സ്ട്രീമാണ് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം. ഇനി ടെമ്പറേറ്റ് എയറിനും പോളാർ എയറിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന, അറ്റ്മോസ്ഫിയറിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന ജെറ്റ് സ്ട്രീമാണ് പോളാർ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഏർത്തിനെ ചുറ്റി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, പോളാർ ജെറ്റ് സ്ട്രീം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഫിഗറിൽ കാണാം. എർത്തിനെ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ആണെങ്കിലും പോളാർ ജെറ്റ് സ്ട്രീം ആണെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും നമ്മുടെ മൺസൂണിനെയും നമ്മുടെ വെതറിനെയും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.